Hey guys, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി കൊല്ലത്താണുള്ളത്. എൻ്റെ സ്വന്തം നാട്ടിൽ ഒരു ജിമ്മിൽ വന്നേക്കുവാണ് ടു വർക്കൗട്ട് വിത്ത് എ ബോഡി ബിൽഡർ ഹു ഇസ് എ WNPF പ്രോ കാർഡ്. അപ്പോൾ നമ്മളിന്ന് പുള്ളിക്കാരനോട്ടായിരിക്കും വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. Okay, let's go. ഫ്രണ്ടിലോട്ട് ഇപ്പോഴും മതി, കുറച്ചുകൂടെ മനസ്സിലാവും. ഭാഗം ടൈറ്റായിട്ട് സ്ക്വീസ് ചെയ്ത് തന്നെ സ്ക്വീസ്. സോ ഗൈസ്, നമ്മുടെ കൂടെ ഉള്ളത് ഒരു WNPF പ്രോ കാർഡാണ്. പ്രോ ജസ്റ്റ് ഒന്ന് സ്വന്തമായിട്ടൊന്ന് ഇൻട്രഡക്ഷൻ ചെയ്തോ, ലൈക്ക് ഞാൻ പറഞ്ഞ് തെറ്റിക്കണ്ടല്ലോ. എൻ്റെ പേര് അലക്സാണ്ടർ, ഇൻസ്റ്റാഗ്രാമിൽ സൂപ്പർമാൻ അലക്സോ, എല്ലാവരും പോയി നോക്കുക. ഞാൻ 6 years ആയിട്ട് ലൈക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്. അതിൽ 4 years ആയിട്ട് കോമ്പറ്റീഷൻ എല്ലാം ചെയ്യുന്നുണ്ട്. 2021 ആദ്യമായിട്ട് കോമ്പീറ്റ് ചെയ്ത ലൈഫ് ടൈം നാച്ചുറലാണ്. 2021 ഇവിടെ ഞാൻ കൊല്ലത്തുനിന്ന സ്ഥലം. കൊല്ലത്ത് അന്ന് ഞാൻ 1 വർഷം കൊല്ലത്തുണ്ടായിരുന്നു. കാനഡയിലായിരുന്നു. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് വന്നതാണ്. അന്ന് നമ്മുടെ ഈ മിസ്റ്റർ കൊല്ലം ടെസ്റ്റഡ് അല്ലാത്തൊരു ഷോയിൽ പങ്കെടുത്തു. എനിക്കൊന്ന് 45 പേരിൽ ഒരു 40ാം സ്ഥാനം കിട്ടി. അപ്പം പക്ഷേ ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒട്ടും ടൈമില്ലായിരുന്നു. കോവിഡ് കഴിഞ്ഞ ടൈം ആയതുകൊണ്ട് അവർ 40 days ബിഫോർ ദ ഷോ ആണ് അനൗൺസ് ചെയ്ത ഷോ ഉണ്ടാകുമെന്ന്. അതായിരുന്നു ഫസ്റ്റ് ഡേ. അപ്പോൾ ഒരു 32 days ഞാൻ 10 kilos കുറച്ചാണ് ഇറങ്ങിയത്. അപ്പോൾ ഒരു നല്ല ലുക്കൊന്നും അല്ലായിരുന്നു. അപ്പോൾ പക്ഷേ ആ പ്രോസസ്സ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ തിരിച്ച് കാനഡയിൽ പോയതിന് ശേഷം പിന്നെയും കോമ്പീറ്റ് ചെയ്യാം എന്നുള്ള ഡിസിഷൻ എടുത്തു. 2022 3 ഷോ ചെയ്തു. ഒരെണ്ണം ഫസ്റ്റ് വന്നു. അത് ഭയങ്കര ചെറിയ ഷോ ആയിരുന്നു, 2 പേരെ ഉള്ളായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഷോ കുറച്ചുകൂടെ വലുതായിരുന്നു. അത് 15 പേരിലുള്ളത് 4th ഫിനിഷ് ചെയ്തു. മൂന്നാമത്തെ ഷോ 2nd വന്നു. അതും ഒരു വലിയ ഷോ ആയിരുന്നു. ഇതെല്ലാം WNPF ആയിരുന്നു. പിന്നെ കാനഡ വിടാനുള്ള ഡിസിഷൻ എടുത്തു. അങ്ങനെ ഞാൻ തിരിച്ച് ദുബായിക്ക് മൂവ് ചെയ്തു. ദുബായിലായിരുന്നപ്പോൾ 2023 ബൾഗേറിയയിൽ വെച്ചുള്ള ഷോയിലാണ് പ്രോ കാർഡ് അടിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ only 3rd Indian ആയിരുന്നു WNPFൽ പ്രോ കാർഡ് അടിക്കാൻ, ദി ഫസ്റ്റ് മലയാളി ഇൻ ദ വേൾഡ്. ഇപ്പം കുറേ കൂടെ ഇന്ത്യൻസ് ഈ വർഷം 2024 വിൻ ചെയ്തു. ഒരു 3 പേരും കൂടെ, എൻ്റെ ഒരു ഫ്രണ്ട് 3 പേരായി. എൻ്റെ ഒരു ഫ്രണ്ട് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോ കാർഡോ ഫുള്ളി ഇന്ത്യയിൽ വരുമോ ഈ വർഷം. അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരുപാട് പേർക്ക് ട്രാവൽ ചെയ്യാനുള്ള ഡിഫിക്കൽട്ടൊക്കെ കാണും. എക്സ്പെൻസിലേക്ക് നമുക്ക് വരാം. സോ ഇതൊരു ഇൻ്റർവ്യൂ കണക്ക് എടുക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഞങ്ങളുടെ വർക്കൗട്ട് സെഷൻ ഇടയ്ക്ക് ഇൻ്റർഫിയർ ആവാതിരിക്കാൻ വേണ്ടി ചോദിക്കാനുള്ള ക്വസ്റ്റ്യങ്ങൾ അവസാനം ഞങ്ങൾ മാറ്റിയെടുത്തതാണ്. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി എക്സ്ക്ലൂസീവ് ഫോർ ദ അപ്കമിങ് ബോഡി ബിൽഡേഴ്സ്. അവർക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. സോ WNPF വൺ ഓഫ് ദി നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിൻ്റെ ഒരു ടോപ്പ് കാറ്റഗറി നിൽക്കുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു തീർച്ചയായും ഇതാണ്. സോ അതുകൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ലൈക്ക് അതിനൊരു പ്രോ കാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ലൈക്ക് അത് ആക്ച്വലി നല്ലതാണ്. ഞാൻ ഈ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലോ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 80 kilos എത്തി. ഞാൻ ജീവിതത്തിൽ അത്രയും വെയിറ്റ് ഒന്നും എത്തിയിട്ടില്ല. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. എൻ്റെ കോച്ച് അന്നത്തെ കോച്ച് WNPFൽ കോമ്പീറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഓക്കെ. അപ്പം അന്ന് 80 നിന്ന് ഞങ്ങൾ 70 kilos എത്തിച്ചു. 16 weeks കൊണ്ട് 10 kilos കട്ട് ചെയ്തു. അത് പക്ഷേ കോമ്പറ്റീഷൻ ഫോക്കസ്ഡ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എന്നുള്ള ഒരു രീതിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ. അപ്പം അത് 2019 നടന്ന സംഭവമാണ്. പിന്നെ 20 കഴിഞ്ഞ് 21 ആയപ്പോഴത്തേക്കാണ് ഒരു ചെറിയ ആഗ്രഹം തോന്നിയത്, എന്തുകൊണ്ട് ചെയ്ത് നോക്കിക്കൂടാ. കാരണം ആ 16 week പ്രോസസ്സ് ഭയങ്കര ഈസി ആയിരുന്നു ഓണസ്റ്റ്ലി. കാരണം ആഴ്ചയിലൊരിക്കൽ പുറത്ത് പോകാം, കഴിക്കാം. ലൈക്ക് എനിക്ക് ഭയങ്കര സ്വീറ്റ്സ് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ സ്വീറ്റ്സ് കഴിക്കാം. അങ്ങനെ എല്ലാം ചെയ്ത് തന്നെയാണ് അത് ചെയ്തത്. അപ്പം പുള്ളിയും പറഞ്ഞു, ലൈക്ക് എനിക്കൊരു ഷേപ്പുണ്ട്, മസിൽ മാസ് തീരെ കുറവാണ് അന്ന്. അപ്പം ഒരു ഷേപ്പുണ്ട്, ഒരു മെൻസ് ഫിസിക് കാറ്റഗറിയിൽ വേണമെങ്കിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ എന്ന് പറഞ്ഞു. നീ തിരിച്ച് കാനഡയിൽ വരുമ്പോൾ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. 2020 ഞാനിവിടെ വന്നു. കോവിഡ് ലോക്ക്ഡൗൺ ആയി. അങ്ങനെയാണ് ഞാനിവിടെ 1 year നാട്ടിൽ. സ്റ്റേജ് ഫോട്ടോ എനിക്കൊന്ന് അയച്ചു തരണം, ജസ്റ്റ് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ആദ്യത്തെ ഫോട്ടോ അയച്ചു തരാം. പ്രോ കാർഡിൻ്റെ
സോ ആ ഒരു ഫീലിംഗ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ പ്രോ കാർഡ് എന്നുള്ളൊരു ഫീലിങ്ങോടെ അല്ല സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ വൺസ് കോമ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു അച്ചീവ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ ഈ പ്രോസസ്സ് ഒരു ഇത് കാണിക്കാൻ ഒരു എന്തെങ്കിലും ഒരു ഇത് വേണം. കാരണം ആദ്യം ഞാനൊരു അത്ലറ്റ് ആയിരുന്നു. 100 മീറ്റർ യൂണിവേഴ്സിറ്റി ലെവലിലെല്ലാം മെഡൽ ചെയ്തിട്ടുള്ള. ഈ ബോഡി ബിൽഡിങ്ങിലുള്ളവരെല്ലാം പണ്ടൊരു അത്ലറ്റ് ആയിരിക്കണം എന്നുള്ളത് ലൈക്ക് ഒരു ട്രോള് മീം ഞാൻ കണ്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നി ഉള്ളിൽ ആ കോമ്പറ്റീറ്റീവ് നേച്ചർ ഉണ്ടായതുകൊണ്ടാണ്. അപ്പം വാശിയുണ്ട്. അതിൽ നമ്മളുടെ കരിയർ തീർന്നു എന്ന് മനസ്സിലാവുമ്പോൾ ഇതിന് അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് ഇല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പീക്കും. ഞാൻ 29 ഇയേഴ്സ് ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ 34 ഇടുന്തോറും അതിൻ്റെ പ്രോസസ്സ് ഇപ്പോഴും ലൈക്ക് കമ്പാരിറ്റീവ്ലി ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ഷേപ്പ്, ഏറ്റവും ബെസ്റ്റ് സ്ട്രെങ്ത് എല്ലാം ഇപ്പോഴാണ്. പക്ഷേ ഐ വിൽ ഗ്യാരണ്ടി യു 6 ഇയേഴ്സ് ഫ്രം നൗ ഞാൻ ഒരു 40 ആകുമ്പോഴായിരിക്കും എൻ്റെ ബെസ്റ്റ് ഷേപ്പ്, അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ്. കാരണം ഐ വിൽ കീപ് വർക്കിംഗ്. ഞാൻ സ്റ്റേജിൽ കയറുന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. മോസ്റ്റ് ലൈക്ലി കയറില്ലായിരിക്കും ആഫ്റ്റർ ദിസ് ഇയർ. പക്ഷേ മൈ സ്ട്രോങ്ങസ്റ്റ് ഞാൻ എത്തിയിട്ടില്ല. അത് ഞാൻ ഇനിയും എത്തത്തതേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. ഇപ്പോൾ റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞ വർഷം നമ്മൾ മീറ്റ് ചെയ്യുമ്പം ലൈക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നു. റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞത്. സോ കല്യാണം കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് പ്രപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതാണ് കല്യാണം കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് പ്രപ്പ് സ്റ്റാർട്ട്. ഇപ്പം പ്രപ്പിലാണ് അടുത്തൊരു ഷോയ്ക്ക് വേണ്ടി. സോ അതുകൊണ്ട് എനിക്ക് അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കും. നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ഈസ് ഇറ്റ് റിയലി ഹെൽത്തി? ലൈക്ക് അല്ല, ഒരിക്കലും ബോഡിക്ക് എങ്ങനെയാണ് എഫക്റ്റ് ആവുന്നത്? അല്ല, ഓണസ്റ്റ് ഒപ്പീനിയൻ ആണ്, ഒരിക്കലും അല്ല. കാരണം ഞാൻ എൻ്റെ ഒരു വീഡിയോക്കകത്ത് ഇപ്പം റീസെൻ്റ്ലി ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ലൈക്ക് നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു എൻഹാൻസ് ബോഡി ബിൽഡേഴ്സിനേക്കാളും കുറച്ചും കൂടി നമുക്ക് ബോഡി എഫക്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യും. പക്ഷെ അതിപ്പോഴും മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. ലൈക്ക് അതിന് കോമ്പീറ്റിംഗ് ആസ് സച്ച് ഹെൽത്തി അല്ല. ഓക്കെ, അപ്പോൾ അതിൽ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ഒട്ടും ഹെൽത്തി അല്ല. ബിക്കോസ് നമ്മളുടെ ഹോർമോൺ ലെവൽസ് അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് എല്ലാം നമ്മൾ ഭയങ്കര അഡ്വേഴ്സ് കണ്ടീഷൻസിലോട്ട് പുഷ് ചെയ്യുക. ഈ ലോ ഫാറ്റ്, ഇപ്പോൾ നമ്മൾ ഈ എന്താണ് പറയുന്നത്, ഫോട്ടോയിൽ കാണുന്ന കുറേ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലെവലല്ല നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ. ട്രൂ സ്റ്റേജ് ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആബ്സല്യൂട്ട്ലി വീക്കായിരിക്കും. പിന്നെ നമ്മളുടെ റിക്കവറി പ്രോപ്പറായിട്ട് ചെയ്താൽ യു വിൽ ബി ബാക്ക് ടു നോർമൽ. അല്ലാതെ ലൈഫ് ടൈം അങ്ങനെ ആയി പോകുന്നല്ല. പക്ഷേ ഈ പ്രോസസ്സ് ഹെൽത്തി ആണോ? അല്ല. ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിക്കവറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പീരീഡ് വേർ യു ലെറ്റ് യുവർ ബോഡി ഹീൽ, തിരിച്ച് നോർമൽ ആവാൻ സമയം കൊടുക്കുന്നതും. ചിലവർ അപ്പോഴേ ഈ ബോഡി ഡിസ്മോർഫിയ കിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ആബ്സ് എല്ലാം പോയി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെയും ആബ്സ് പിടിച്ചു നിർത്താൻ വേണ്ടി കഴിക്കാതിരിക്കും. അത് ഭയങ്കര ബാഡാണ്. കാരണം നമ്മളുടെ ഹോർമോൺസിനെ നോർമൽ ആവാൻ സമ്മതിക്കുക, തിരിച്ച് ഹെൽത്തി ലെവൽ ഓഫ് ഫാറ്റ് എത്തുക. കാരണം ഓബ്വിയസ്ലി 4-5% ഓഫ് ബോഡി ഫാറ്റ് ഹെൽത്തി അല്ല. സംവെയർ ബിറ്റ്വീൻ 12 to 15 ആണ് ഹെൽത്തി. ടു ലൈക്ക് ത്രൂ ഔട്ട് ദ ഇയർ മെയിൻറ്റെയിൻ ചെയ്യാൻ 12 to 15 ഇസ് വെരി ഗുഡ്. അതിൽ നല്ല ലുക്ക് തന്നെ ആയിരിക്കും, പക്ഷേ ആ ഒരു സ്റ്റേജ് ലുക്ക് ഉണ്ടാവില്ല എന്നുള്ളത്. സോ ഗൈസ്, ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം ഞാൻ ഫസ്റ്റ് കോമ്പറ്റീഷന് ശേഷം ഞാൻ അനുഭവിച്ചൊരു എക്സ്പീരിയൻസ് ആണ് എൻ്റെ വീഡിയോക്ക് അതിന് ഷെയർ ചെയ്തത്. ബട്ട് അതിന് എതിരെ നിൽക്കുന്ന കുറേ പേരുണ്ടാവും, അതിനെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ടാവും. ബട്ട് ഒരു ട്രൂ കോർ ബോഡി ബിൽഡേഴ്സ് അത് മോസ്റ്റ്ലി അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം അവർക്ക് ആ ഹീലിംഗ് ടൈം കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഒരിക്കലും അടുത്തൊരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ ഒരു പ്രോപ്പർ കണ്ടീഷൻ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് റിക്കവറി ടൈം പ്രോപ്പറായിട്ട് കൊടുക്കണം. സോ വരുന്ന ബോഡി ബിൽഡേഴ്സിനോടാണ് പറയുന്നത്, ട്രൈ ടു ഗെറ്റ് എ ഗുഡ് ഗൈഡൻസ് അല്ലേ. എൻ്റെ ഏറ്റവും വലിയ ഇതാണ് കേട്ടോ. സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റത്തില്ല എന്നല്ല, പഠിക്കാം. പക്ഷേ ഓൾവേസ് ഗെറ്റ് എ കോച്ച്. സ്റ്റേജിൽ കയറണമെന്നാണ് ആഗ്രഹമെങ്കിൽ സ്റ്റേജിൽ കയറിയിട്ടുള്ള ഒരാളായിരിക്കണം നമ്മളുടെ കോച്ച്. അല്ലാതെ കുറേ ലൈക്ക് ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയല്ല. ബിക്കോസ് ദേ ഡോണ്ട് നോ. അവർ ആ എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടില്ല. ആ ഒരു സ്വന്തമായിട്ട് പോയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പലരെയും ചെയ്യിപ്പിച്ചിട്ടുണ്ടാവണം. അല്ലാതെ ഒരിക്കലും ഒരാൾക്ക് അതിൻ്റെ എല്ലാം അറിയാൻ പറ്റില്ല. നീ ഏത് ബുക്ക് നോക്കി പഠിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ തിയറിറ്റിക്കലായി വരുന്ന കണക്കല്ല എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്യിപ്പിക്കും. പ്രാക്ടിക്കൽ വരുമ്പോൾ ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. നമ്മൾ തിയറി മാത്രം പഠിച്ചിറങ്ങിയ ഒരു ഡോക്ടറെ അടുത്ത് ഒരിക്കലും നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകത്തില്ല. എക്സ്പീരിയൻസ് നോക്കിയിട്ടാണ് നമ്മൾ സെയിം തിയറിയാണ്. സോ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് നാച്ചുറൽ ഷോസ് ഇൻ ഇന്ത്യ?
ഓണസ്റ്റ്ലി എപ്പോഴും കുറേ വഴക്കൊക്കെ കാണാം. എനിക്ക് WNBF ഈ വർഷം ഇന്ത്യ വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം ടു കോമ്പീറ്റ്. അത് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും ലെവൽ ഓഫ് ഫെഡറേഷൻ്റെ ലെവൽ എന്തോ. ഇന്ത്യയിൽ ഒരുപാട് നല്ല ബോഡി ബിൽഡേഴ്സ് ഉണ്ട്. ഓബിയസ്ലി ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയതുകൊണ്ടൊന്നല്ല എനിക്ക് പ്രോ കാർഡ് കിട്ടി. എനിക്ക് ദൈവം അനുവദിച്ച് ട്രാവൽ ചെയ്യാൻ ഒരു ചാൻസ് ഓപ്പർച്യൂണിറ്റി കിട്ടി. അവിടെ പല കാര്യങ്ങൾ അലൈനായി വന്നതുകൊണ്ട് ഫൈനാൻഷ്യൽ തിങ് ഇന്ത്യയിൽ ഇപ്പോഴും പല ബോഡി ബിൽഡേഴ്സിനും ഭയങ്കര ടാസ്ക് ഉള്ള കാര്യമാണ്. ലൈക്ക് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഷോയുടെ ജസ്റ്റ് രജിസ്ട്രേഷൻ, മെമ്പർഷിപ്പ്, ടാനിങ് മാത്രം 50,000 ആയി. ഓക്കെ, രജിസ്ട്രേഷൻ, മെമ്പർഷിപ്പ്, ടാനിങ്. ഇനി ഫോട്ടോ ഉണ്ട്, ടെസ്റ്റിൻ്റെ പൈസ കൊടുക്കണം, ഫ്ലൈറ്റ് ഉണ്ട്, അക്കോമഡേഷൻ ഉണ്ട്, അവിടെ പോയിട്ട് ഗ്രോസറി ഉണ്ട്. അപ്പം ഇറ്റ്സ് നോട്ട് ചീപ്പ്. ബോഡി ബിൽഡിംഗ് ഷോസ് ആർ നോട്ട് ചീപ്പ്. എസ്പെഷ്യലി നമ്മൾ പുറത്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഫെഡറേഷനിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ചീപ്പ്. കാരണം നിങ്ങൾ ഒരു ഇന്ത്യ ചെയ്യുന്നൊരു ഷോ അതിപ്പോൾ ഒരു സ്റ്റേറ്റ് ലെവലിലൊക്കെ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഒരു 30,000 അല്ലേ, മാക്സിമം 30,000 അത്രയൊക്കെ വരത്തുള്ളൂ. പക്ഷേ ഒരു കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് കൂടി ഫെഡറേഷൻ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടി മെമ്പർഷിപ്പ് ഓൾവേസ് ഫിക്സ്ഡ് ആണ്. മെമ്പർഷിപ്പ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഐസിനൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഐസിന് മെമ്പർഷിപ്പ് മാത്രം 3,000 അടുപ്പിച്ച് 3,000 മെമ്പർഷിപ്പ്. പിന്നെ ഒരു കാറ്റഗറിക്ക് 6,000 എങ്ങാണ്ടാണ്. സോ പക്ഷേ ഐസിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് ഏത് കാറ്റഗറിയും ചെയ്യാം. WNBF ഒരു കാറ്റഗറി 15,000. അതാണ് വ്യത്യാസം. ഐസിയിൽ നിന്ന് WNBF പോകുമ്പോൾ എത്ര വ്യത്യാസം കണ്ടില്ലേ? 15,000 6,000. പക്ഷേ ഇന്ത്യയുടെ പ്രൈസ് എനിക്ക് അറിയില്ല കേട്ടോ. ഇന്ത്യയിൽ എനിക്കൊന്ന് ഓരോ സ്ഥലവും അവിടുത്തെ എന്താണ് പറയുന്നത് ഇക്കോണമി എല്ലാം ബേസ് ചെയ്തായിരിക്കും അവർ. ദുബായിലാണ് ഏറ്റവും ഫസ്റ്റ് ഷോ നമുക്ക് മുംബൈയിൽ കഴിയുമ്പോൾ അറിയാം ഓബിയസ്ലി ആവുമെന്നുള്ളത്. അവർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറെ കൂടെ അക്കോമഡേറ്റ് ചെയ്ത് തന്നെയാണ് ഷോ. ഓൾമോസ്റ്റ് മിനിമം 1 lakh അറൗണ്ട് ആവും ഒരു പ്രെപ്പ് കോച്ചിങ് എല്ലാം ചെയ്തിട്ട് ഒരു കോമ്പറ്റീഷൻ ചെയ്യാൻ. എൻ്റെ ഒരു ഇതിനകത്ത് മിനിമം 1 lakh അറൗണ്ട് ആവും. കാരണം നിങ്ങളൊരു കോച്ചിനെ ഹയർ ചെയ്യുകയാണെങ്കിൽ കോച്ചിന് മിനിമം കൊടുക്കേണ്ടി വരും. പിന്നെ നിങ്ങളുടെ ഫുഡ്, അക്കോമഡേഷൻ, ട്രാവൽ, രജിസ്ട്രേഷൻ എല്ലാം കൂടി ചേർത്ത് മിനിമം അറൗണ്ട് 1 lakh ആവും. അതിൽ കൂടുതൽ പോകുന്നവരുണ്ട്, കുറഞ്ഞു പോകുന്നവരുണ്ട്. സോ ഹൗ ഡു യു പ്ലാൻ യുവർ മീൽസ്? ലൈക്ക് ബ്രോ ഓൾറെഡി വർക്കിംഗ് ആണ്. ബ്രോ ഒരു ഫുൾ ടൈം ഇതിനകത്ത് മാത്രം നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും ബ്രോ വർക്കിംഗ് ആണ്. ലൈക്ക് ഹൗ ഡു യു മേക്ക് ടൈം ഫോർ ലൈക്ക് മീൽസ്? ഈ വർഷം കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ്. അതുകൊണ്ട് ഞാൻ ഡെയിലി കുക്ക് ചെയ്ത് തന്നെ പോകുന്നത്, പ്രീ മേക്ക് ചെയ്യുന്നില്ല. ഇപ്പം 2022-23 എടുക്കാനാണെങ്കിൽ ഞാൻ എൻ്റെ മീൽസ് ഓൾവേസ് കുക്ക്ഡ് ആയിരുന്നു. ഐ ഹെഡ് മീറ്റ്, പൊട്ടാറ്റോ എല്ലാം ഞാനൊരു 5 daysനുള്ളത് കുക്ക് ചെയ്ത് വയ്ക്കും. കാരണം മൺഡേ ടു ഫ്രൈഡേ എനിക്ക് ടൈമില്ല. സോ സൺഡേ വന്നിട്ട് വൈകിട്ട് ഞാൻ മൺഡേ ടു ഫ്രൈഡേക്കുള്ള ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും പൊട്ടാറ്റോ ആണെങ്കിലും കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. റൈസ് മാത്രം അന്ന് രാവിലെ ലൈക്ക് ഡെയിലി രാവിലെ ഉണ്ടാകും. പിന്നെ ഓബിയസ്ലി ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ആയിരുന്നു, അതുകൊണ്ട് സോ ഇറ്റ്സ് ഈസി. പിന്നെ ഏറ്റവും ലാസ്റ്റ് മീലും കുക്ക് ചെയ്യാനുള്ളൊരു ടൈം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് കൺസിസ്റ്റൻ്റ് ആയിരിക്കണമെങ്കിൽ ഏറ്റവും വലിയ കാര്യം നമ്മളുടെ സ്കെഡ്യൂൾ നമുക്കേ അറിയൂ. സോ രാവിലെ എഴുന്നേറ്റ് ചെയ്യാൻ ടൈം ഉണ്ട് എന്ന് നമുക്ക് അറിയാമെങ്കിൽ ഫൈൻ ചെയ്യാം. പക്ഷെ അങ്ങനെ ടൈം ഇല്ല എന്ന് നമുക്കറിയാമെങ്കിൽ യു ഹാവ് ടു പ്ലാൻ അഹെഡ്. അപ്പം എല്ലാം കുക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. മീറ്റ് കുക്ക് ചെയ്ത് വെക്കുക. റൈസ്, ഒരു റൈസ് കുക്കർ ഉണ്ടെങ്കിൽ 5 minutes മതി, 5 maximum 10 minutes. അപ്പം അത് അവിടെ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. അത് കുക്കാകുമ്പോൾ തന്നെ കട്ട് ഓഫ് ആയിക്കോളും. അങ്ങനെ കുറേ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അതെല്ലാം യൂസ് ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. വർക്ക് ചെയ്യുന്ന ഒരാൾക്കും ചെയ്യാം. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, ഫുഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ മീൽസ് വേറെ എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കാത്ത പലർക്കും പല രീതിയിലുള്ള പാറ്റേൺസ് ആയിരിക്കും, അതുകൊണ്ടാണ്. ബട്ട് ഡു യു കോംപ്രമൈസ് ടേസ്റ്റ്? പ്രെപ്പിൻ്റെ ഡീപ്പ് ടൈമിലാണോ അതോ ജസ്റ്റ് ഓഫ് സീസണിലും? ഇല്ല, ഓഫ് സീസണിൽ എനിക്ക് തോന്നിയതെല്ലാം കഴിയും. പക്ഷേ ഐ ട്രൈ ടു സ്റ്റേ ഒരു ലീൻ എന്ന് പറയുന്നില്ല, ഫെയർലി ഡീസെന്റ്. മൈൻഡ് ഒന്ന് ജസ്റ്റ് ഇതാക്കാൻ വേണ്ടി ഷർട്ട് എടുത്താലും വൃത്തികേടില്ലാത്തൊരു ലുക്ക്, അത്രേ ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളൂ. പക്ഷേ പ്രെപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടേസ്റ്റ്, ഐ ഡോണ്ട് കെയർ. എനിക്ക് ടേസ്റ്റ് വേണമെന്നില്ല. അപ്പം ബിക്കോസ് എൻ്റെ കാര്യമാണ് ഈ പ്രെപ്പ് എന്ന് പറയുന്നത്. കട്ടിങ് തുടങ്ങി കഴിഞ്ഞാൽ ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. എൻ്റെ ഗോൾ സ്റ്റേജിൽ കയറുക എന്നുള്ളത് മാത്രമാണ്. അപ്പം ഐ ഡോണ്ട് കെയർ ഇതിൻ്റെ ഇടയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് ശേഷം എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിയും. ഒരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾ കാണുന്ന ആൾക്കാർ കോമ്പറ്റീഷൻ പ്രെപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ പോയിന്റ് എടുക്കുക. കോംപ്രമൈസ് യുവർ ടേസ്റ്റ് വെൻ യു ആർ ഇൻ എ പ്രെപ്പ്. അല്ലാതെ ഫിറ്റ്നസ് ചെയ്യുന്ന ആൾക്കാർക്ക് ടേസ്റ്റ്ലെസ് ഫുഡ് കഴിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ടേസ്റ്റ് ആക്കാം. ലൈക്ക് സ്പൈസ് യൂസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. നെഗ്ലിജിബിൾ ആയിട്ടുള്ള കാലറി ഡിഫറൻസ് അല്ലേ? അതെ. അപ്പം ലൈക്ക് ഈ മസാല അതെല്ലാം യൂസ് ചെയ്യാം, അതിനൊന്നും ഒരു ലിമിറ്റേഷൻ ഇല്ല. പക്ഷേ ഞാൻ
ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഞാൻ ചില്ലി യൂസ് ചെയ്യും, ടേമറിക് പൗഡർ, പെപ്പർ, ഈ 3 മാത്രമേ യൂസ് ചെയ്തുള്ളൂ. കാരണം ഞാൻ എൻ്റെ വയറിന് സർപ്രൈസസ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും. അത് പലരുടെയും ഗ്യാസ്ട്രിക് ഇത് വരുന്ന വ്യത്യാസം വരുന്നതനുസരിച്ച് അപ്പോൾ ലൈക്ക് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ എന്താണ് ചെയ്യുന്നത് എക്സാക്ട്ലി അത് ഞാൻ സെയിം ആയിട്ട് ലൈക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. ചില ആൾക്കാർക്ക് ഈ ബ്ലോട്ടിങ് ഇഷ്യൂസ് ഒക്കെ വരുന്ന ഈ സർപ്രൈസസ് കൊടുക്കുന്നുണ്ട് ഒരു പ്രശ്നമുണ്ട്. കാരണം ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ഒന്നാമത്തെ ഫുഡ് ഭയങ്കര കുറവ്. അപ്പോൾ നമ്മൾ ക്ലീൻ ആയതുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്നൊന്ന് മാറിക്കഴിഞ്ഞാൽ ബോഡി ഭയങ്കര റിയാക്ട് ചെയ്യും. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ക്ലീൻ ആയിട്ട് കഴിച്ചിട്ട് പെട്ടെന്നൊരു ചീറ്റ് മീൽ പുറത്ത് പോയി കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരും, ഡൈജഷനോ ലൂസ് മോഷനോ എന്തെങ്കിലുമൊക്കെ വരും. അത് ഈ റീസൺ കൊണ്ടാണ്. നിങ്ങൾ ക്ലീൻ ആയിട്ട് പ്രോപ്പറായിട്ട് കഴിക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ബോഡി എന്ന് പറഞ്ഞ സാധനം റിയാക്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം അങ്ങനെ. അടുത്തെന്ന് പറയുന്നത് ലൈക്ക് വാട്ട് ഈസ് എ കംഫർട്ട് ഫുഡ്? ഇപ്പം ചീറ്റ് മീൽസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ലൈക്ക് ഓഫ് സീസൺ നിൽക്കുന്ന സമയത്ത് എന്ത് കഴിച്ചാൽ ലൈക്ക് മേക്കിംഗ് യു ഫീൽ ഗുഡ്? എനിക്ക് അങ്ങനെ ഒരിതില്ല. ഞാൻ ഭയങ്കര സ്വീറ്റ് ടൂത്ത് ഉള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് പാൻ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാൻ കേക്ക്സ്, അപ്പം സ്വീറ്റ്സ് ഭയങ്കര പാൻ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ എനിക്ക് സൂഷി ഭയങ്കര ഇഷ്ടമാണ്. സൂഷി ഞാൻ ലൈക്ക് ആരും അങ്ങനെ പറഞ്ഞ് കേൾക്കാത്തൊരു സാധനം. ഞാൻ 6-7 years കാനഡയിലായിരുന്നല്ലോ. അപ്പോൾ അവിടെ റെഡിലി ലൈക്ക് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ എനിക്ക് ഭയങ്കര ലൈക്ക് ഇപ്പം എന്നോട് ചോദിക്കുവാണ്, ഇപ്പം ഞാൻ പ്രപ്പില്ല, ഇപ്പം ഞാൻ ഓൾറെഡി എഹെഡായി, എൻ്റെ കണ്ടീഷൻ പെർഫെക്റ്റ് ആയിരിക്കുക, ഇനി ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നേ ഉള്ളൂ ഷോ വരെ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ കോച്ച് ചോദിക്കും നിനക്ക് ഒരു മീൽ എന്തെങ്കിലും വേണോ? ഓൾവേസ് സൂഷി. എനിക്ക് അങ്ങനെ ഷുഗർ കഴിക്കണമെന്ന് തോന്നാറേയില്ല. സൂഷി നമുക്ക് ഓക്കെയാണ്, ലൈക്ക് ഓക്കെ ആസ് ഇൻ അതിൻ്റെ അകത്ത് സോയ് സോസ് അവോയ്ഡ് ചെയ്യുക. ബാക്കി ഒരുപാട് വാരി തിന്നാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ കഴിച്ചിട്ടില്ല, ഭയങ്കര ബ്ലാൻഡ് ആണ്. ലൈക്ക് എനിക്ക് റോ സൂഷിയാണ് ഇഷ്ടം. ലൈക്ക് ഫിഷ് ആണെങ്കിൽ അൺകുക്ക്ഡ് ആയിരിക്കും. സാമൻ, ട്യൂണ ലൈക്ക് കുക്ക്ഡ് അല്ലാതെ തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ആദ്യത്തെ തവണ കഴിച്ചപ്പോൾ ഞാൻ ആക്ച്വലി വോമിറ്റ് ചെയ്തായിരുന്നു. പിന്നെ അത് സൂഷി ഒരു അക്വയർഡ് ടേസ്റ്റാണ്. നമുക്കത് ഇഷ്ടപ്പെടണം, കഴിച്ച് ഇഷ്ടപ്പെടണം. അല്ലാതെ ഫസ്റ്റ് ടൈം കഴിച്ച് ഒരിക്കലും ആർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. സോ നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഫുഡ് ഉണ്ടാവും. എനിക്ക് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. ബട്ട് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മാക്സിമം ഓൾട്ടർനേറ്റീവ്സ് കൊടുത്ത് കുറച്ചൊന്ന് ഡ്രോപ്പ് ചെയ്ത് പോകും. ഒറ്റയടിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നടക്കത്തില്ല. എനിക്ക് ഡ്രോപ്പ് ചെയ്ത് എൻ്റെ ഗോ ഫുഡ് എന്ന് പറയുന്നത് ലൈക്ക് എനിക്ക് ഗ്രിൽ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രെപ്പിൻ്റെ സമയത്താണെങ്കിൽ ലൈക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഫ്രസ്ട്രേറ്റഡ് ആവുന്നെങ്കിൽ കുറച്ചൊന്ന് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കും. അതൊരു മൈൻഡ് സെറ്റ് കണക്കാണ്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ഈസ് ഫോർ യു ഗൈസ്. അപ്കമിങ് ബോഡി ബിൽഡേഴ്സ് ലൈക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഒരു മെസ്സേജ് കൊടുക്കുവാണല്ലോ. ഏറ്റവും വലിയ മിസ്റ്റേക്ക് നമ്മളതിനു വേണ്ടി സമയം കൊടുക്കുന്നില്ല. ലൈക്ക് ബോഡി ബിൽഡിംഗ് എന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ബോഡി ബിൽഡ് ചെയ്യണം, അല്ലാതെ ലൈക്ക് നിപ്പിൽ കട്ട് ചെയ്ത് സ്റ്റേജിൽ ഇറങ്ങുക എന്നുള്ളതല്ല ബോഡി ബിൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിനുവേണ്ടി അതൊരു സ്പ്രിൻ്റ് അല്ല, ഒരു മാരത്തോണാണ്. ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പം ചിലവർ വർഷങ്ങളായിട്ട് ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നായിരിക്കാം, അവർ കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അവർക്ക് മസിൽ മാസ് ഉണ്ട്, എല്ലാം ഉണ്ട്, അവർക്ക് ട്രൈ ചെയ്യാം. ലൈക്ക് ഐ എം നോട്ട് എഗെയിൻസ്റ്റ്. ഇപ്പോൾ ഇന്ന് ഡിസൈഡ് ചെയ്യുക എനിക്ക് ഈ വർഷം കോമ്പീറ്റ് ചെയ്യണം, ഞാൻ എഗെയിൻസ്റ്റ് അല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ട്രൂ പൊട്ടൻഷ്യലൊക്കെ അറിയണമെങ്കിൽ ഒരു വർഷമെങ്കിലും നല്ലോണം വർക്കൗട്ട് ചെയ്യാം. അതും ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ട് വേണം. അതെ, എപ്പോഴും പ്ലാൻ ഒരു 1 year ahead. ഒരു പ്രെപ്പ് എന്ന് പറയുമ്പോൾ മിനിമം 20 weeks to 28 weeks കൊടുക്കുക. 20 weeks വേറെ മിനിമം കൊടുക്കുക. 28 weeks ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ടൈം കിട്ടും. കാരണം നമുക്ക് മസിൽ വോളിയം റീറ്റെയിൻ ചെയ്ത് നമുക്കുള്ളത് ഒരുപാട് പോകാതെ സ്റ്റേജ് കണ്ടീഷനിൽ ഇറങ്ങാൻ അത്രയും സമയമെങ്കിലും വേണം. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പറ്റിയത് അത് തന്നെയാണ് ബ്രോ. അന്ന് എൻ്റെ കണ്ടീഷൻ കണ്ടിട്ടും പറഞ്ഞതും അത് തന്നെയാണ്. ലൈക്ക് യു ഡിഡ് ഇറ്റ് പ്രോപ്പർ ആയിട്ടുള്ളൊരു പ്രെപ്പ് അല്ലായിരുന്നു. ലൈക്ക് എവിടേക്കോ എന്തൊക്കെയോ മിസ്റ്റേക്സ് വന്നു. ആ സ്റ്റേജിൽ കയറുന്ന സമയത്ത് എങ്ങനെയെങ്കിലും സ്റ്റേജിൽ കയറ്റി തീർക്കുക, ആ ഒരു ഇത് മാത്രമേ നമുക്കുള്ളായിരുന്നു. എനിക്ക് പിന്നെ ബ്രോ ആണ് കുറച്ച് പോസിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് തന്നത്. ആ സമയത്ത് ഞാൻ വീഡിയോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ബട്ട് ഹി വാസ് വെരി ഹെൽപ്ഫുൾ. ആ ടൈമിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഇപ്പോൾ ഏകദേശം 1 വർഷമായി. 1 വർഷത്തിന് ശേഷം ഇപ്പോൾ കാണുന്നത്. കറക്റ്റ് ആഗസ്റ്റ് കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം ഞങ്ങൾ പിന്നെ കാണുന്നത്. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു ബ്രോ ഒരു ഒറ്റ പോയിന്റേ പറഞ്ഞുള്ളൂ, ട്രൈ ടു ലേൺ മോർ. ആ ഒരു പോയിന്റിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കഴിഞ്ഞ 1 വർഷത്തിന് ബ്രോ എന്നെ കണ്ടതിനകത്തും കുറച്ചുകൂടി ബോഡിയിൽ ഫാറ്റ് ഉണ്ട്, ഒബിയസ്ലി ഫാറ്റ് ഉണ്ട്. ബട്ട് ഐ എം ലിറ്റിൽ ബിറ്റ് മോർ ഫിസിക്കലി, ഇന്റേണലിയും ഹാപ്പിയാണ്, ഫിസിക്കലി ഹാപ്പിയാണ്.
പ്രോപ്പർ റെസ്റ്റ് ഉണ്ട്. അൾട്ടിമേറ്റ്ലി എന്താണ് നമ്മളുടെ ബോഡി കൊണ്ട് നമ്മൾ ഹാപ്പിയാണോ അല്ലാതെ ഇന്നൊരാള് ഹാപ്പി ആവുന്നതിലല്ല, അല്ലെങ്കിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയല്ല. ഇപ്പം എനിക്ക് 6 പാക്ക് ഉണ്ടായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ട് ആസ് എ പേഴ്സൺ ഐ ഫീൽ മിസറബിൾ ആണെങ്കിൽ ഒരു കാര്യം പേഴ്സണൽ ലൈഫ് നമ്മൾ മിസറബിൾ ആണെന്ന് പറഞ്ഞിട്ട് കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ ഈ പ്രപ്പ് കണ്ടീഷൻ ഒരിക്കലും എൻ്റെ ഓഫ് സീസണിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. Because we have other situations. അതെ, ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ലൈക്ക് യു ഹാവ് സോഷ്യൽ ലൈഫ്. അപ്പം കാരണം പ്രപ്പിൽ സോഷ്യൽ ലൈഫ് ഇസ് നോൺ എക്സിസ്റ്റൻറ്റ്. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു എത്ര മാസം മാക്സിമം, ലൈക്ക് 3 to 4 months ആയിരിക്കും മാക്സിമം നമ്മൾ പുഷ് ചെയ്ത് ഒരു എടുക്കുന്നത്. 20 weeks എന്ന് പറയുമ്പം 6 months 6 to 8 months മിനിമം വേണം. ഇൻ എ ഇയർ ഒന്ന് ആലോചിക്കണം. 6 months ഇൻ എ ഇയർ മാക്സിമം നമ്മൾ ഐസൊലേറ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഫംഗ്ഷൻസ് മാക്സിമം ഒഴിവാക്കാൻ നോക്കും. അത്രയ്ക്കും പ്രസൻസ് മാത്രം. എസ്പെഷ്യലി എനിക്ക് ഗ്യാതറിങ്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കും ലൈക്ക് ഞാൻ സോഷ്യലൈസ് അധികം ചെയ്യാത്ത ഒരാളാണ്. ഞാൻ ആകെ പോകുന്ന ഗ്യാതറിംഗ് ഉള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ജിമ്മ് മാത്രമേ. അല്ലാത്ത ബാക്കി ഞാൻ മാക്സിമം എൻ്റെ ലൈഫിൽ ഈ ഫുഡും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എങ്ങനെ നമ്മൾ ആ സിറ്റുവേഷൻസ് ഒന്നും ഒഴിവാക്കിയത്. നമ്മൾ ഞാൻ പ്രെപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ജിമ്മിൽ വന്നാലും ആരോടും ഉണ്ടാവില്ല. ഹെഡ്ഫോൺസ് ഉണ്ടാവും, വർക്കൗട്ട് ചെയ്യാൻ പോവുക, ജോലിക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രം എനിക്ക് ആൾക്കാരടുത്ത് ചെയ്യേണ്ടി വരുന്നത്, ലൈക്ക് സോഷ്യലൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ അത് ഈ വർഷം ഞാൻ ആക്ച്വലി അതാണ് ഒരു ചേഞ്ച് വരുത്തിയത്. കാരണം വി ഓൾ ലുക്ക് അപ്പ് ടു അതർ ബോഡി ബിൽഡേഴ്സ് ഫോർ ഇൻസ്പിറേഷൻ. അപ്പം സീബം അയാളുടെ ലാസ്റ്റ് ഒളിമ്പിയ പ്രപ്പിൽ പറഞ്ഞത് പുള്ളി കുറച്ചുകൂടെ പ്രസൻ്റ് ആവാൻ ശ്രമിച്ചു അറ്റ് ദി മൊമെൻറ്റ്. അപ്പം അത് ഈ തവണ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. കാരണം പ്രീവിയസ്ലി പ്രപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ടോട്ടലി കട്ടാണ് വെളിയിലെ വേൾഡായിട്ട്. ഞാൻ പുറത്ത് പോകത്തില്ല, ആരുടെയും കൂടെ എവിടെയും പോകത്തില്ല. എൻ്റെ കാര്യം കുറച്ചൊന്ന് ഡെവലപ്പ് ചെയ്താൽ ഈ തവണ ആക്ച്വലി ലൈക്ക് മേ ബി ബിക്കോസ് മാരേജിന് ശേഷം ആയതുകൊണ്ടാവാം എനിക്ക് കുറേ കൂടെ എല്ലാം ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരുപാട് ഞാൻ മാറി കമ്പയർ ടു പ്രീവിയസ് പ്രപ്സ്. കുറേ കൂടെ ഇൻക്ലൂസീവായിട്ട് ഫുഡിൽ ഒരു മാറ്റം വന്നിട്ടില്ല. ഞാൻ ഒരു മീലോ ഒരു തരിയോ കഴിച്ചിട്ടില്ല. പക്ഷെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പോയി, ലൈക്ക് അഗൈൻ സ്ലീപ്പ് കോംപ്രമൈസ് ചെയ്ത് കുറച്ചും കൂടി കുറേ കൂടെ ആക്ടിവിറ്റീസ് കുറച്ചും കൂടി ലയിപ്പിക്കാൻ വേണ്ടി നമ്മൾ കോംപ്രമൈസ് ചെയ്യാത്ത കാര്യങ്ങൾ മീല്, റിക്കവറി, പിന്നെ എന്തോ ചെയ്യാൻ ലൈക്ക് ട്രെയിനിങ് അത് മാക്സിമം അപ് ടു പോയിന്റ് ആയിരിക്കും. റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കും, വർക്കൗട്ട് ചെയ്യേണ്ട സമയത്ത് നല്ലോണം വർക്കൗട്ട് ചെയ്യും. ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ല സ്ട്രഗ്ലിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു മേ ബി ആ ഉള്ളി പനി കിടക്കുന്നതുകൊണ്ടായിരിക്കും ആ ഒരു പവർ കറക്റ്റായിട്ടില്ല. പിന്നെ ബ്രോ കുറേ ഫോം കറക്ഷൻസ് ഒക്കെ ചെയ്തിരുന്നു. അതെന്തായാലും അടുത്ത എൻ്റെ ഓൾറെഡി ബാക്ക് ഭയങ്കര വീക്കാണ്. അപ്പോൾ ബാക്ക് കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാതെ തന്നെ എന്തായാലും ഹെൽപ്പ് ചെയ്യും ബ്രോ. അപ്പം ഹൗ വാസ് ദ സെഷൻ? ലൈക്ക് ഇപ്പം ഇന്ന് വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ട് ബ്രോ എൻ്റെ ഒരു ഇതിനെ ജഡ്ജ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഇത് കേപ്പബിലിറ്റി ഉള്ളൊരു ബോഡിയാണ് എൻ്റെത്. ഓബിയസ്ലി 2 അഡ്വാൻറ്റേജ് കയ്യിലുള്ളത് ഏജ് ഉണ്ട്. അപ്പം ഒരു നല്ല ഫാക്ടറാണ്. യു സ്റ്റിൽ ഹാവ് സോ മെനി ഇയേഴ്സ് ടു ഗ്രോ. അപ്പോൾ അത് ഹൗ യു യൂസ് ഇറ്റ് അനുസരിച്ചിരിക്കും. ഓക്കെ. പിന്നെ ഓൾറെഡി നല്ലൊരു ഫിസിക് ഉണ്ട്. എല്ലാവർക്കും വീക്ക് ഏരിയാസ് ഉണ്ട്. നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ സം പാർട്സ് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ഗ്രോ ചെയ്യുന്നത്. അപ്പം ഇപ്പം ഇനിയും കോമ്പീറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഡിവിഷൻ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതിന് വേണ്ട രീതിയിൽ ട്രെയിൻ ചെയ്യുക. ലൈക്ക് ഇഫ് യു ഡോണ്ട് ഹാവ് എ കോച്ച് ഉണ്ടെങ്കിൽ ഓബിയസ്ലി ഹി ഷുഡ് ഗൈഡ്. കാരണം അതാണ് അയാളുടെ റെസ്പോൺസിബിലിറ്റി. എൻ്റെ അഭിപ്രായം തന്നെയാണ്. ലൈക്ക് വർക്കിംഗ് വിത്ത് എ കോച്ച് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പറഞ്ഞു തരാൻ അറ്റ്ലീസ്റ്റ് നല്ല അറിവുള്ള ആൾക്കാരുണ്ടായിരിക്കണം. ആരും അങ്ങനെ എല്ലാം പറഞ്ഞു തരത്തില്ല. കാരണം ഓക്കെ, ഞാൻ എന്നോട് ചോദിച്ചാലും ഞാൻ ലൈക്ക് വാട്ട് ഈസ് മണി, എൻ്റെ അറിവ് അല്ല എൻ്റെ എക്സ്പീരിയൻസാണ്. അത് ഫ്രീ ആയിട്ട് ഒരിക്കലും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന അഡ്വൈസസ് ആൾക്കാർ ചില ആൾക്കാർ ലൈക്ക് ഒരു വാല്യൂ കൊടുക്കാത്തതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായും അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അത് ഞാൻ പണ്ടേ നിർത്തിയതാണ്. കാരണം ആഫ്റ്റർ എ പോയിന്റ് അല്ലെങ്കിൽ അവർ വിചാരിക്കും ഓക്കെ അത് നമ്മുടെ ആളല്ലേ, അവനറിയാം, അതുകൊണ്ട് അവൻ പറഞ്ഞു തരും, കുഴപ്പമില്ല, മൈൻഡ് ചെയ്യണ്ട. അതൊരിക്കലും യൂസ് ചെയ്യത്തില്ല. നമ്മുടെ എക്സ്പീരിയൻസസ് നമ്മുടെ അറിവുമാണ്. ലൈക്ക് വി ആർ ഗിവിങ് യു സം മെസ്സേജ്. ഒരിക്കലും ഒരു സ്കൂളിൽ ചെന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഠിപ്പിച്ചു തരത്തില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോരായ്മകളുണ്ടാവും. ബട്ട് വെൻ യു ആർ സ്പെൻഡിങ് സം, ഈവൻ ഗൂഗിൾ എടുത്താലും ഫ്രീ ആയിട്ട് കിട്ടുന്നതിൻ്റെ അകത്ത് 100% സാധനങ്ങളില്ല, ഉണ്ടാകത്തില്ല. അത് മണി സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുക്കുന്നത്. സോ വെൻ യു ആർ പ്ലാനിങ് ഫോർ സീരിയസ്ലി നിങ്ങൾ ബോഡി ബിൽഡിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കോച്ചിനെ ഹയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഒരു 6 months ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു കോഴ്സ് പഠിക്കുന്നതിനേക്കാളും നോളജ് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും.
നോളജ് അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ സെലക്ട് ചെയ്യുക. ലൈക്ക് ഏറ്റവും ബെസ്റ്റ് കോച്ച് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആവണമെന്നില്ല. കാരണം മേ ബി വാട്ട് യു ബീൻ ത്രൂ, അല്ലെങ്കിൽ ഒരു കംഫർട്ട്നെസ്സും കൂടി വേണം. അതെ, ഒരു കണക്ഷൻ, ഒരു ബോണ്ട്, ലൈക്ക് അത് എല്ലാവരുമായിട്ട് വരണമെന്നില്ല. പിന്നെ ഓൾവേസ് ഗിവ് യുവർ കോച്ച് ടൈം. ഇപ്പം ലൈക്ക് 2 ആഴ്ചയിൽ ഒരു മാറ്റം കണ്ടില്ല എന്ന് പറഞ്ഞ് കോച്ചിനെ മാറ്റുന്ന ആൾക്കാരാണ് ഇന്നുള്ളത്. പേഷ്യൻസ് ആണ്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ കോച്ച് 4 years ആയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബോഡി ബിൽഡിംഗ് ഒരിക്കലും നമുക്ക് ഒരേ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ബോഡി വരാനൊക്കെ വരത്തില്ല. ഓരോ ക്ലയൻസിനെയും നമ്മൾ നോക്കി മാറ്റി ഏതൊരു എക്സ്പെരിമെൻ്റ് കണക്കാ മാറ്റി കൊടുക്കുന്തോറുമാണ് ഗ്രോത്ത് ഉണ്ടാവുക. സോ അതിനൊരു ടൈം എന്തായാലും ഒരു കോച്ചിന് വേണ്ടി വരും. പിന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ആ ഒരു എക്സ്പീരിയൻസ് പഠിക്കാൻ തയ്യാറാവുക ത്രൂ ഔട്ട് ദി പ്രോസസ്. ആർക്കും ഒന്നും കംപ്ലീറ്റ്ലി അറിയില്ല. എവറിബഡി ഈസ് ലേണിംഗ്. അപ്പം ഇപ്പം ആ ആറ്റിറ്റ്യൂഡാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. എല്ലാം ലൈക്ക് 3 മാസം ജിമ്മിൽ പോയാൽ എല്ലാം അറിയാമെന്നൊരു തോന്നില്ല. ലിറ്ററലി ലൈക്ക് കുറച്ചൊന്ന് സോഷ്യൽ മീഡിയ ഫെയിം വന്നു കഴിഞ്ഞാൽ DM ഫോർ ലൈക്ക് ഡയറ്റ് ചാർട്ട്സ് താഴെ കമന്റ് ചെയ്യുന്നില്ല. ലൈക്ക് ഓക്കെ അതുവരെ ഞാൻ ഫൈനാണ്, ബട്ട് അത് കാണുമ്പോഴാണ് ഞാൻ ഇതിൽ വന്നിട്ട് 4 years കഴിഞ്ഞിട്ടാണ് എനിക്ക്, അതിന് മുന്നേ സർട്ടിഫിക്കറ്റും എല്ലാം എടുത്തു. പക്ഷെ 4 years കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് അപ്പോഴും എനിക്കെല്ലാം അറിഞ്ഞിട്ടല്ല. ഐ വാണ്ടഡ് ടു ബി ഷുവർ ഓക്കെ അറ്റ്ലീസ്റ്റ് എനിക്കൊരു ബേസ്, ഒരു ഫൗണ്ടേഷൻ എങ്കിലും ഉണ്ട്. അല്ലാതെ മേക്ക് സെൻസ്. ലൈക്ക് നമ്മൾ കാർബ്സിനെ കുറിച്ചും പ്രോട്ടീനെ കുറിച്ചും ഫാറ്റിനെ കുറിച്ചും മാത്രം അറിഞ്ഞിട്ട് നമുക്കൊരാളെ പ്രെപ്പ് ചെയ്തെന്ന് കോമ്പറ്റീഷൻ ലെവലിലൊന്നും പ്രെപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. മേ ബി ഫിറ്റ്നസ്സിൽ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒരു വെയിറ്റ് ലോസോ ഫാറ്റ് ലോസോ ചെയ്തെടുപ്പിക്കാൻ പറ്റും. ബട്ട് കണ്ടീഷനിങ് എന്നൊക്കെ പറയുന്ന സാധനം ദാറ്റ് ഇസ് എ ഡിഫറെൻറ്റ് ലെവൽ. ആ ഒരു സാധനം നമുക്ക് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പ്രെപ്പ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് വർക്കിംഗ് വിത്ത് സമ്മൺ ഹു ഹാസ് ഓൾറെഡി ഡൺ എ കോമ്പറ്റീഷൻ ഓർ മേക്കിംഗ് ഷുവർ. ഞാൻ എപ്പോഴും പറയുന്നത് സ്റ്റേജ് കയറിയിട്ടില്ലാത്ത ഒരാൾ ഒരിക്കലും ഒരു നല്ല കോച്ചാണ്. അവർക്ക് ആ എക്സ്പീരിയൻസ് മനസ്സിലാവും. പ്രൈസ് അടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ദേ ഹാവ് ടു ഗോ ത്രൂ ദാറ്റ് പ്രോസസ് ടു നോ, അല്ലെങ്കിൽ ടു റിലേറ്റ്. അല്ലെങ്കിൽ ഇപ്പം ഒരു ക്ലയൻറ്റ് എന്ന് പറയുന്നത് ഡിപ്രസ്ഡ് ആണ്, നമുക്കത് മനസ്സിലാവത്തില്ല. എക്സാക്ട്ലി ആ ഒരു പോയിന്റും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഫസ്റ്റ് കോമ്പറ്റീഷൻ ചെയ്തപ്പോൾ എനിക്കത് മനസ്സിലായത്. അതുവരെ ഞാൻ ഇത് പുറത്തുനിന്ന് കണ്ടിട്ടല്ലേ ഉള്ളൂ, അകത്തോട്ട് കയറിയിട്ടില്ല. അകത്തോട്ട് കയറിയപ്പോൾ മനസ്സിലായി ഓക്കെ ദിസ് ഇസ് ഡിഫറെൻറ്റ് തിങ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം എക്സാമ്പിൾ നോക്കിയാൽ മതി. ഇപ്പം മിസ്റ്റർ ഒളിമ്പിയ ആയിട്ടുള്ള സീബമ്മിന് വരെ ഒരു കോച്ച് ആ സമയത്ത് ഉണ്ടാവും. ഒബിയസ്ലി അത് 5 വർഷം ഉണ്ടായിരുന്നു. കാരണം റീസൺ എന്ന് പറഞ്ഞാൽ പുഷ് ചെയ്യാൻ ഒരാളും കൂടിയാണ്, ഒരു മെന്റർ എന്നുള്ള രീതിയിലാണ്. ട്രെയിനിങ് ചെയ്യാൻ അറിയാമായിരിക്കും. ആഫ്റ്റർ ഇയേഴ്സ് യു മൈറ്റ് നോ ഹൗ ടു ട്രെയിൻ. പക്ഷേ സ്റ്റിൽ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ബോഡി ഒരു മെഷീൻ അല്ല. ഓക്കെ, സോ ഔട്ട്കം എപ്പോഴും ഫിക്സ്ഡ് ഓർ സെയിം ആയിരിക്കില്ല. ഒരു ലീനിയർ ഗ്രാഫ് ആയിരിക്കത്തില്ല, ഓൾവേസ് സിഗ്സാഗ് ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾക്ക് ലൈക്ക് ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു ഗൈഡായിട്ട് ഒരാളുണ്ടപ്പം നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മൾ സ്ട്രെസ് അടിക്കേണ്ട ആവശ്യമില്ല. ഓബിയസ്ലി യു ഹാവ് ടു ട്രസ്റ്റ് ദാറ്റ് പേഴ്സൺ, അല്ലാതെ ഒന്നും നടക്കില്ല. ബട്ട് സ്റ്റിൽ അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇത്രയൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വെൻ യു ആർ കമ്മിങ് ടു എ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ഫീൽഡ്. ബിക്കോസ് സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. നാച്ചുറലി എല്ലാവരെയും ബോഡി നല്ല രീതിയിൽ പുഷ് ചെയ്താണ് സ്റ്റേജിൽ എത്തിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് നോട്ട് എ ഈസി പ്രോസസ്സ്. അവിടുന്ന് നിങ്ങളെ ഹെൽത്ത് മാത്രം നോക്കി ഫിറ്റ്നസ്സിലോട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ഗോ ഫോർ എ ബോഡി ബിൽഡിംഗ്. ബട്ട് നിങ്ങൾക്ക് ലൈക്ക് കോമ്പറ്റീഷൻ ഇറങ്ങണമെന്നില്ല. ലൈക്ക് ബി ആക്റ്റീവ്, ബി നിങ്ങൾക്ക് ലൈക്ക് യു ക്യാൻ സ്റ്റിൽ ബിൽഡ് യുവർ ബോഡി വിത്തൗട്ട് കോമ്പീറ്റിംഗ്. ഫസ്റ്റ് തിങ് പ്രയോറിറ്റൈസ് യുവർ ഹെൽത്ത്, പിന്നീടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത്. എക്സ്പീരിയൻസിന് വേണ്ടി ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, എക്സ്പീരിയൻസിന് വേണ്ടി ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാർ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആയിരുന്നിരിക്കാം, അതിന് ശേഷം ഒരിക്കലും ഹെൽത്തി ആവാൻ പറ്റത്തില്ല. അത് റിക്കവറി എടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. എക്സ്പീരിയൻസിൻ്റെ പേര് പറയുകയാണ്. സോ നമ്മളിവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ബ്രോയ്ക്കും പോയിട്ട് അടുത്ത മീൽ കഴിക്കാനൊക്കെ ടൈം ആയിട്ടുണ്ട്. അപ്പം താങ്ക്സ് ബ്രോ, നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതും വർക്കൗട്ടിൻ്റെ സമയത്ത് ശരിക്കും പറഞ്ഞ് ഞാൻ ചത്ത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഓബിയസ്ലി കുറച്ച് ഇതിനകത്ത് എൻ്റെ ചെയ്തിട്ടുള്ളതിനകത്ത് ഏറ്റവും മെസ്സേജസ് കൊടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം ഒരാളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ എനിക്ക് ബാംഗ്ലൂർ ആയതുകൊണ്ട് കിട്ടാറില്ല, നാട്ടിലാണെങ്കിൽ പിന്നെയും കിട്ടും. സോ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓബിയസ്ലി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അയയ്ക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം ദാറ്റ്സ് ഇറ്റ് ഗൈസ്, വി ആർ വൈൻഡിങ് അപ്പ് ദ വീഡിയോ. ബൈ.